അന്തസ്സോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട. ഇങ്ങനെ പോയാൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട. എന്നെ ഒഴിവാക്കി വേണ്ട. മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. ലോക്കൽ സമ്മേളനകാലം CPM-ൽ കലാപത്തിന്റെ കാലമാകുന്നുണ്ടോ? കരുനാഗപ്പള്ളിയിൽ തെരുവിൽ കണ്ടത് സമീപകാല ചരിത്രത്തിൽ നിന്നല്ല, CPM-ലെ കാണാത്ത രാത്രികാല ദൃശ്യങ്ങളാണ്. പരസ്പരം ഏറ്റുമുട്ടൽ, ഗ്വാഗ്വാവിളി, ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയവരെ തടയാൻ അതേ പാർട്ടിയുടെ സർക്കാരിന്റെ പോലീസ്. തിരുവല്ലയിൽ, ആലപ്പുഴയിൽ, കുഴിഞ്ഞാമ്പാറയിലൊക്കെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്കാണ് കലാപങ്ങളുടെ നീറിപ്പുകയിൽ. ഏതെങ്കിലും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളല്ല, പുറത്തു പറയാൻ കൊള്ളാത്ത നാറ്റക്കേസുകൾ, കൊടിയ അഴിമതി കഥകൾ, പുത്തൻകൂർ നേതാക്കളുടെ ലീലാവിലാസങ്ങളൊക്കെ ലോക്കൽ സമ്മേളനകാലത്തെ അജണ്ടയാവുകയാണ്. CPM പോലൊരു പാർട്ടിക്ക് ഇതൊക്കെ ഇങ്ങനെ തെരുവിൽ പാർട്ടി അംഗങ്ങൾ തന്നെ ചർച്ചയാക്കുന്നതിൽ നാണക്കേട് തോന്നണ്ടേ? ഇതൊന്നും നിയന്ത്രിക്കാനാവതില്ലെങ്കിൽ എന്തിനാണ് ഒരു പാർട്ടി സെക്രട്ടറി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ CR നീലൻ, അഡ്വക്കേറ്റ് ബി ഹസ്കർ, ശ്രീ NV ബാലകൃഷ്ണൻ, ഇന്ന് CPM-ൽ നിന്ന് BJP-യിൽ ചേർന്ന ശ്രീ ബിപിൻ സി ബാബു എന്നിവരെ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. അത് ഞാൻ ശ്രീ ഹസ്കറിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ഹസ്കർ, വിഭാഗീയതയും തർക്കങ്ങളും ചർച്ചകളും ഉൾപ്പാട്ടി പ്രശ്നങ്ങളും ഒന്നും CPM-ന് പുതുമയല്ല. ഒരുപാട് നമ്മൾ കണ്ടതാണ്, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ തെരുവിലിറങ്ങിയ അവർ പിടിച്ച ഒരു പ്ലക്കാർഡ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടോ? P ഉണ്ണി മാറിയപ്പോൾ HA സലാം സെക്രട്ടറി, ഗോവിന്ദച്ചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം. പെണ്ണുപിടിയാനാണ് എന്ന് പരസ്യമായി പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ലോക്കൽ ഏരിയ CATU ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളൊക്കെയാണ് അവിടെ. പാർട്ടിയുടെ സജീവ നേതാക്കളും സജീവ അംഗങ്ങളുമാണ് തെരുവിലിറങ്ങി ലോക്കൽ സെക്രട്ടറി പെണ്ണുപിടിയാനാണ്, ഈ പെണ്ണുപിടിയുടെ കീഴിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുന്നത്. ഇന്നിപ്പോൾ തിരുവല്ലയിൽ കൊടുത്ത ഒരു പ്രവർത്തന റിപ്പോർട്ട് അത് കൂടുതൽ വിമർശനമാകാതിരിക്കാൻ പ്രതികൾ തിരിച്ചു വാങ്ങുന്നു. അതിൽ പറയുന്ന ഇങ്ങനെ, അതിനാൽ ടൗൺ നോർത്തിലെ പാർട്ടി രണ്ട് വിഭാഗത്തിലാണ് നിൽക്കുന്നത്. ഒന്ന്, പീഡനക്കാരനായ സജിമോനെ കൊണ്ട് മാത്രമേ പാർട്ടി പോകുമെന്ന് ഏരിയ കമ്മിറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗവും, പീഡനക്കാരനെ കൊണ്ട് ഈ ലോക്കൽ കമ്മിറ്റി പോകില്ല എന്ന് ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗവും. ആ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ബഹുഭൂരിപക്ഷം പേജും ഈ പറയുന്ന സജിമോൻ എന്ന ആൾ എങ്ങനെ പീഡനക്കാരനായി എന്ന് മാറ്റിവെക്കുകയാണ്. ശ്രീ ഹസ്കർ, CPM-നെ പോലെ ഒരുപാട് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഒരു കാലത്ത് ചർച്ച ചെയ്ത ഒരു പാർട്ടി അധപ്പതനത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹാഷ്മി, ഇതിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ വരിയിൽ ഇതിനൊരു ഉത്തരം പറയാൻ കഴിയും. കാരണം പാർട്ടി സമീപകാലത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര നിരാശയാണ്. പാർട്ടി അംഗങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിനും രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനും പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തുറന്ന സമ്മതം ഇക്കാര്യത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കരുനാഗപ്പള്ളിയിൽ നാം കണ്ടത് പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളല്ല പാർട്ടിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയിട്ടുള്ളത്. 10ഓളം ലോക്കൽ കമ്മിറ്റിയുള്ള കരുനാഗപ്പള്ളിയിൽ നടാടെയല്ല ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2002-ൽ പരമേശ്വരൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഏരിയ കമ്മിറ്റി ഒന്നാകെ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന ഒരു അതിവിദൂര സാധ്യതയുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം കരുനാഗപ്പള്ളിയിലെ പാർട്ടി നേരിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ ഏറ്റവും ശക്തമായ പാർട്ടി വേരോട്ടമുള്ള ഒരു ഏരിയ കമ്മിറ്റി കൂടിയാണ് കരുനാഗപ്പള്ളി. ഇപ്പോൾ ഇന്ന് ശൂരനാടിന്റെ മുക്കാൽ ഭാഗവും കരുനാഗപ്പള്ളിയുടെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റിയും കൂടെ ചേരുന്ന വലിയ ഒരു ഏരിയ കമ്മിറ്റി ആയിരുന്നു. ശരിയാണ്, പോറ്റി, VB ചെറിയാൻ തുടങ്ങിയ ഒരു കാലത്ത് സേവ് CPM ഫോറത്തിൽ കരുനാഗപ്പള്ളിക്ക് അതിൻ്റെതായ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അന്നൊക്കെ പ്രശ്നങ്ങൾ എന്താണ്? അന്നൊക്കെ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ ഒരു വിലയുള്ള പ്രശ്നങ്ങളാണല്ലോ അവരൊക്കെ ഉന്നയിക്കുന്നത്. അവരൊക്കെ പാർട്ടിക്കുള്ളിൽ കലാപമാവുന്ന, പുറത്തു പറയുന്ന വിമതന്മാരാകുന്ന, അങ്ങനെയാണല്ലോ. ശ്രീ അസ്കർ നോക്കൂ, ഇതൊരു ഏകശിലാരൂപത്തിൽ ഒരു ഏക ശ്രേണിയിൽ നോക്കൂ. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും ഈ സ്ത്രീപീഡനം എന്ന് ആവർത്തിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം ഇവർ അഴിമതിക്കാരാണ്, ഇവർ കൊടി അഴിമതിക്കാരാണ്, ഇവർ പാർട്ടിയെ വിറ്റ് പണമുണ്ടാക്കുന്നവരാണ്, ഇവർ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരാണ്, ഇവർ കയ്യേറ്റക്കാരാണ്, ഇവർ കായൽ കയ്യേറ്റക്കാരാണ്, ഇവർ ബാറുടമകളുടെ ശിങ്കിടികളാണ്. ഈ ആരോപണങ്ങളുടെ പേരിലാണ് പാർട്ടി പുകയുന്നത്. ശ്രീ അസ്കർ, എന്തു നാണക്കേടാണത്? ഹാഷ്മി, കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ പാർട്ടിയിൽ ഇപ്പോൾ പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ളത് 8 ലക്ഷത്തിലധികം അംഗങ്ങളാണ്.
അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ വന്നിട്ടുള്ള പാർട്ടി അംഗങ്ങളാണ് 5 ലക്ഷത്തിലധികവും. സ്വാഭാവികമായും ഒരു ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPM-ന് അത്തരത്തിൽ ചില പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രത്യയശാസ്ത്രപരമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ അവബോധത്തോടുകൂടി പരിഗണിക്കുന്നതിനും പാർട്ടി അംഗങ്ങൾക്ക് കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏരിയ നേതാക്കന്മാർക്ക് കഴിയാതെ വന്നു എന്നുള്ളതാണ്. 10 സമ്മേളനങ്ങളിൽ 7 സമ്മേളനങ്ങളും നിയന്ത്രിക്കുന്നതിന് ഒരു ഏരിയ കമ്മിറ്റി പരാജയപ്പെട്ടു എന്ന് കാണുന്നത്. ഇവിടെ ഞാൻ പ്രതീക്ഷയോടെ കാണുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്ന് കൂടി അതിനുശേഷം അവിടെ നടപടിയിലേക്ക് വരുന്നു. പാർട്ടി സംസ്ഥാന സെന്ററിന്റെ തീരുമാനപ്രകാരം ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഹ മനോഹരന്റെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി 7 ജില്ലാ കമ്മിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ അഡ്ഹോക് കമ്മിറ്റി വരുന്നു. ആ അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന സമ്മേളനം നടന്ന 3 ലോക്കൽ കമ്മിറ്റിയും ജനറൽ ബോഡി വിളിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം 7ഓളം ഇനി നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തേണ്ട ഒരു ജില്ല കൂടിയാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഇവിടെ വിഭാഗീയത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2002 ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ വിഭാഗീയതയെ തുടർന്ന് അന്ന് പരമേശ്വരൻ പോറ്റി അടക്കമുള്ള ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അടക്കം പാർട്ടി വിട്ടു പോവുകയും 600ഓളം പാർട്ടി പ്രവർത്തകരും അംഗങ്ങളുമാണ് അന്ന് പോയിട്ടുള്ളത്. അതിനുശേഷം PR വസന്തനെ പോലെ DYFയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരു യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ ആ പാർട്ടിയെ അവിടെ കെട്ടിപ്പടുത്തുകയായിരുന്നു. ആ കെട്ടിപ്പടുത്തിയതിന്റെ ഭാഗമായി ഏതെങ്കിലും നിലവിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് പാർട്ടി പലവട്ടം അന്വേഷിച്ചതാണ്. അപ്പോൾ പാർട്ടി അന്വേഷിച്ചിട്ടും അതിൽ നിന്നൊന്നും കണ്ടെത്താനാവാത്ത സാഹചര്യം വരികയും PR വസന്തനെ പോലെയുള്ള ഒരു നേതാവ് കെട്ടിപ്പടുത്തിയത് അദ്ദേഹത്തിന്റെ വിയർപ്പും ചോരയും കൂടി കരുനാഗപ്പള്ളിയിലെ പാർട്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടിപ്പടുത്തിയ ഒരു പാർട്ടി, അപ്പോൾ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് ഉണ്ടാക്കി എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അദ്ദേഹം കെട്ടിപ്പടുക്കുന്നതിനൊപ്പം അദ്ദേഹവും സ്വയം കെട്ടിപ്പടുത്തു. അദ്ദേഹം കുറച്ച് ദമ്പടി ഉണ്ടാക്കി. അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ ആളായി അവിടെ അധപ്പതിച്ചു മാറി. അയാൾ പാർട്ടി വിഴുങ്ങുന്ന ആളായി മാറി എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരല്ല ശ്രീ അസ്കർ, ഏതെങ്കിലും BJP-കാരല്ല ശ്രീ അസ്കർ, നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തെരുവിലിറങ്ങി കേരളത്തോട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ബിപിൻ സി ബാബു ശ്രീ ബിപിൻ സി ബാബു, ഇന്നിപ്പോൾ താങ്കൾ പാർട്ടി വിടുകയാണ്. പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേരുന്നു. ഈ പറയുന്ന ഈ ആലപ്പുഴയിലെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം പലയാവർത്തി നോക്കിയിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത ആ വിഭാഗീയതയുടെ ഒരു തുടർച്ചയാണോ താങ്കളുടെ പാർട്ടി വിടൽ? താങ്കൾ ഇപ്പോൾ പറയുന്ന കാരണങ്ങൾ വേറെയാണെങ്കിലും ശ്രീ ബിപിൻ സി ബാബു. കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന ആലപ്പുഴയിൽ വിഭാഗീയതയുണ്ട്, കടുത്ത വിഭാഗീയതയുണ്ട്. അത് സംസ്ഥാന നേതൃത്വം പലയാവർത്തി പരിഹരിക്കാൻ നോക്കുന്തോറും കൂടുതൽ കുഴയുന്ന ഒരു സങ്കീർണാവസ്ഥ അവിടെയുണ്ട്. അതിന്റെ തുടർച്ചയാണോ താങ്കളും പാർട്ടി വിടാനുള്ള കാരണം? താങ്കൾ പുറത്തു പറയുന്ന കാരണം വേറെയാണെങ്കിലും. വിഭാഗീയത പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതുമാത്രമല്ല പാർട്ടി വിടാനുണ്ടായ കാരണം. പിന്നെന്താണ് അങ്ങ് പാർട്ടി വിടാനുള്ള കാരണം ശ്രീ ബിപിൻ സി ബാബു? പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കൂടാതെ പാർട്ടിയുടെ നയങ്ങൾ, അവർ ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ, മുദ്രാവാക്യങ്ങളെല്ലാം പൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല ശ്രീ ബിപിൻ സി ബാബു, ഇവിടെ താങ്കൾക്ക് എത്ര വയസ്സുണ്ടാവും? താങ്കൾക്ക് 40 വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ പരമാവധി? എനിക്ക് 42. 42 ഒരു CPM പോലൊരു പ്രസ്ഥാനത്തിൽ 42 വയസ്സിൽ ഒരു കേഡറിന് നൽകാവുന്ന സകലവിധമായ സ്ഥാനമാനങ്ങളും സകലവിധമായ പാർലമെന്ററി പൊസിഷൻ, ഇനി താങ്കൾ അവിടെ ആവാനുള്ളത് MLA MP മാത്രമേ ഉള്ളൂ. അതൊക്കെ നൽകിയ CPM-നെ ഒറ്റ രാത്രി ഫൈൻ ഡേ തള്ളിപ്പറഞ്ഞ് BJP-യിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക് ശ്രീ? ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ തള്ളിപ്പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ പാർലമെന്റൽ തിരഞ്ഞെടുപ്പിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരാണ്. ആലപ്പുഴ ഉണ്ടായ ദയനീയ പരാജയം നമ്മളെല്ലാം കണ്ടതാണ്. CPM 3-ാം സ്ഥാനത്ത് പോയി. എന്തുകൊണ്ടാണ് CPM 3-ാം സ്ഥാനത്ത് പോയത്? ജനങ്ങൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് 3-ാം സ്ഥാനത്ത് പോയത്. ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ബോധ്യപ്പെട്ടില്ലേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ?
അല്ല, ഞാൻ പറഞ്ഞത് ആലപ്പുഴ പോലൊരു സ്ഥലത്ത് അവിടുത്തെ MLA മാർ 9 MLA എത്ര LDF എത്ര പേരാണല്ലോ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അവിടുത്തെ പാർട്ടിയുടെ സംഘടനാ ബലം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പോഴും പാർട്ടി പരിപാടികൾക്ക് ആള് കൂടുന്ന കാര്യം ആരെക്കാളെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സാഹചര്യത്തിൽ വോട്ട് കുറച്ച് മറിഞ്ഞു എന്ന് കരുതി പാർട്ടി അവിടെ അങ്ങ് ഇല്ലാതായി പോകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശരിക്കും ശ്രീ ബിബിൻ സി ബാബു? ആലപ്പുഴയല്ലേ അത്? ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ കഴിഞ്ഞ 3 വർഷത്തിനുണ്ടായ മാറ്റം വളരെ വലുതാണ്. ഇപ്പം എൻ്റെ പ്രദേശം കായംകുളമാണ്. കായംകുളത്ത് ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ പൊതുസമ്മേളനം നടത്താൻ ആളില്ലാതെ മാറ്റിവെച്ച ലോക്കൽ കമ്മിറ്റികളുണ്ട് കായംകുളം ഏരിയയിൽ. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഏറ്റവും കുറഞ്ഞത് 15 പേരാണ് ഒരു ബ്രാഞ്ചിലുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലങ്ങൾക്ക് മുമ്പ് വരെ ഒരു ബ്രാഞ്ച് സമ്മേളനം നടന്നാൽ ആ ബ്രാഞ്ചിലെ 15 പാർട്ടി മെമ്പർമാരും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും അവധിയെടുത്ത് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കായംകുളത്ത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 5ഉം 4ഉം വരെ വെച്ച് ബ്രാഞ്ച് സമ്മേളനം പേരിന് വേണ്ടി നടത്തുന്ന രൂപത്തിലേക്ക് പാർട്ടി എത്തി. ഓക്കെ, പക്ഷെ അത് താങ്കൾക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ അടുത്ത കാലം വരെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട മുഖം എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കും അതിലൊക്കെ വേണമെങ്കിൽ ആരോപിക്കില്ല. നോക്കൂ, ഇപ്പോൾ താങ്കളുടെ ഭൂതകാലം പരിശോധിച്ചാൽ താങ്കൾ ആദ്യം മത്സരിക്കുന്നത് എവിടെയാണ്? താങ്കൾ ആദ്യം മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ആദ്യ മത്സരത്തിൽ താങ്കൾ ജയിക്കുന്നു. ആ മത്സരത്തിൽ തന്നെ താങ്കളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു 15-ൽ 20 വരെ. അതിൻ്റെ കാലാവധി കഴിയുന്നു. താങ്കളെ നേരെ ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി വിടുകയാണ്. അവിടെ ജയിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അവിടെ ഉപാധ്യക്ഷൻ, അവിടെ വൈസ് പ്രസിഡന്റ് ആക്കുന്നു. അതിനുശേഷം ഈ CPM CPI മാറ്റത്തെ തുടർന്നാണ് താങ്കൾക്ക് അവിടെ നിന്ന് മാറേണ്ടി വരുന്നത്. താങ്കൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നു, SFIയുടെ സംസ്ഥാന സമിതിയിലെത്തുന്നു. താങ്കൾ DYFIയുടെ ജില്ലാ നേതാവാകുന്നു, GYFIയുടെ സംസ്ഥാന നേതാവാകുന്നു. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിലടക്കം താങ്കൾ പ്രതിനിധിയാകുന്നു. താങ്കൾക്ക് സംഘടനാപരമായി താങ്കളുടെ അമ്മ പത്തിയൂർ പഞ്ചായത്തിൽ 2 തവണ പ്രസിഡന്റ് ആകുന്നു അല്ലേ? 95 മുതൽ CPMൻ്റെ ഒരു ജനപ്രതിനിധിയുള്ള വീടാണ് നിങ്ങളുടെ വീട്. ഇപ്പോൾ താങ്കളെക്കാൾ സീനിയറായ, ഒരുപക്ഷെ താങ്കളെക്കാൾ കഴിവുള്ള എത്ര നേതാക്കൾ അവിടെ ഉണ്ടെന്നേ. താങ്കളെക്കാൾ സീനിയറായ, താങ്കളെക്കാൾ കഴിവുള്ള എത്ര ചെറുപ്പക്കാരും അല്ലാത്തവരുമായ നേതാക്കൾ ഇതുവരെ ഒരു പാർലമെന്ററി പൊസിഷൻ കിട്ടാതെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന എത്ര മനുഷ്യരുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഇത്രയും കാര്യങ്ങൾ അങ്ങേക്ക് ഈ പാർട്ടി വാരിക്കോരി തന്നിട്ടും അങ്ങ് വിട്ടുപോവാണ്. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. പാർട്ടിയുടെ ഇന്നത്തെ പോക്കാണ് പ്രശ്നം. അല്ല സാർ, താങ്കളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ വ്യക്തിപരമായ പ്രശ്നത്തിൽ പാർട്ടിക്ക് ഇടപെടേണ്ട സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ടാണത്? അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണല്ലോ ഇടപെടേണ്ടി വരുന്നത്. ഒരു പരാതിയുടെ പേരിൽ താങ്കൾക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുത്തേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. പാർട്ടി നടപടിയെടുത്തു. അന്ന് മുതൽ താങ്കൾ അകലുന്നു. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യവശാൽ ആ വ്യക്തിപരമായ പ്രശ്നം ഉണ്ടാവാതിരിക്കുകയും പാർട്ടിയിലേക്ക് ഒരു പരാതി പോകാതിരിക്കുകയും പാർട്ടി താങ്കൾക്ക് നടപടി എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴും CPM ആകുമായിരുന്നു താങ്കൾക്ക് മതനിരപക്ഷ പാർട്ടി അല്ലേ? ആഷ്മി, അതല്ല പറഞ്ഞത്. എന്നെ നടപടി എടുത്തത് 2 വർഷക്കാലങ്ങൾക്ക് മുമ്പാണ്. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ പാർട്ടിയിലേക്ക് എന്നെ തിരികെ എടുത്തതിന് ശേഷമാണ് പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായത്. പാർലമെന്റ് ഇലക്ഷനിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഭാര്യ പാർട്ടിക്ക് പരാതി കൊടുത്തു, എന്നെ നടപടിയെടുത്തു. അത് കാലങ്ങളായി കഴിഞ്ഞിട്ട് അല്ല, താങ്കളെ പോലെ അവിടെ ബാബു എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. താങ്കളെ പാർട്ടി കൈവെള്ളയിലെടുത്ത് താങ്കളെ പാർട്ടി താങ്കളുടെ കഴിവിനും താങ്കളുടെ ഒരുപക്ഷെ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ താങ്കളെക്കാൾ യോഗ്യതയുള്ള SFI നേതാക്കൾ എനിക്കറിയാം, വ്യക്തിപരമായി അറിയാവുന്ന ആളായതുകൊണ്ട് താങ്കളുടെ യോഗ്യതയ്ക്കപ്പുറത്തേക്ക് താങ്കളെ വളർത്തിയെടുത്തു പാർട്ടി. അതിന് ഒരു കാരണം എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ പക്ഷേ പുറത്തു പറയുന്നില്ല. അങ്ങനെ താങ്കളെ ചെറിയ പിക്ക് എന്ന് നടത്തുന്ന രീതിയിൽ താങ്കളെ എടുത്ത് പാർട്ടി വളർത്തി വലുതാക്കുമായിരുന്നു. ബാക്കി ആർക്കും കൊടുക്കാത്ത പരിഗണനകൾ കൊടുത്ത് പാർട്ടി താങ്കളെ എടുത്ത് അങ്ങ് വലുതാക്കുമായിരുന്നു. പാർട്ടിയുമായി താങ്കൾ അകന്നു. അതിനുള്ള കാരണം ഈ പറയുന്ന താങ്കളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം. താങ്കളുടെ ഭാര്യയും പാർട്ടി നേതാവാണ്. സ്വാഭാവികമായിട്ട് കൊടുക്കുമ്പോൾ പാർട്ടിക്ക് നടപടിയെടുക്കാതിരിക്കാൻ വയ്യല്ലോ. ശ്രീ ബിബിൻ സി ബാബു പാർട്ടി നടപടിയെടുത്ത് എത്രയോ നേതാക്കൾ ഈ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അവർ തിരിച്ചു വരുന്നില്ലേ? അപ്പോഴേക്കും മതേതര പാർട്ടി BJP ആണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ താങ്കളുടെ പോയ കാലത്തെ രാഷ്ട്രീയ ബലം എന്നല്ലേ നാട് മനസ്സിലാക്കും ബിബിൻ സി ബാബു? ആഷ്മി, എനിക്ക് പാർട്ടി തന്ന അംഗീകാരം 1997 മുതൽ ഞാൻ SFI രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഇന്ന് 2024 എത്തി. ഞാൻ 10-40 കേസുകളിൽ പ്രതിയായിരുന്നു. 100-ലധികം ദിവസങ്ങൾ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് സമര പോരാട്ടങ്ങളുടെ ഭാഗമായി. നല്ല ത്യാഗം സഹിച്ച് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്.
എനിക്ക് വെറുതെ തന്നതല്ല പാർട്ടി സ്ഥാനങ്ങളൊന്നും, നല്ലപോലെ പ്രവർത്തിച്ചിട്ട് നൽകിയതാണ്. അബിൻ ഷാ എന്ന് പറയുന്ന അവിടെ ഒരു നേതാവ് താങ്കൾക്ക് അറിയാവുന്ന ആളാണ്. വേറെ രൂപത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ അബിൻ ഷാ എന്നൊരു നേതാവ് അവിടെ താങ്കൾക്ക് അറിയാവുന്നതാണ്. പാർട്ടിയുടെ വലിയാറുണ്ട്, ബാബുജാനുണ്ട്, എത്ര കഴിവുറ്റ നേതാക്കളുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് നിൽക്കുന്നതും? ബാബുജി സഖാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, 3 തവണ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. അമ്മ അലിയാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, സ്പിന്നിംഗ് മിൽ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. താങ്കൾക്കൊന്നും കിട്ടാതിട്ടുണ്ടോ? വഹിച്ചിട്ടുള്ളവരാണ്. താങ്കൾക്കൊന്നും കിട്ടാതിട്ടുണ്ടോ? ഞാൻ കിട്ടാത്ത ഇപ്പൊ CPM വിടുന്നത്. അല്ല, താങ്കളുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കളുടെ പ്രായത്തിൽ ഇത്രത്തോളം പരിഗണനയും അംഗീകാരവും കിട്ടിയ ഏത് കുടുംബമുണ്ട് നിങ്ങളുടെ നാട്ടിൽ? ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം ചോദിക്കില്ല, അങ്ങയുടെ കുടുംബത്തിന് തന്നെ പാർട്ടി കൊടുത്ത പരിഗണന എത്രത്തോളം വലിയ പരിഗണനയാണ്? CPM എന്ന് പറയുന്ന ആഷ്മി ഞാൻ CPM എന്ന പ്രസ്ഥാനം വിടുന്നത് ആ പ്രസ്ഥാനത്തിന് ഇന്ന് ആലപ്പുഴ ജില്ലയിലുണ്ടായ മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ്. ആലപ്പുഴയിൽ നിന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വർഗീയമായ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ്? തീവ്രവാദികളും വർഗീയവാദികളും ഈ പ്രസ്ഥാനത്തേക്ക് ചേക്കേറുകയാണ്. താങ്കൾ എന്താണ്, താങ്കൾ പുതിയ ക്യാമ്പിലേക്ക് മാറുമ്പോൾ താങ്കൾ ഉൾവിളിയല്ലേ? ഇക്കാലം മാത്രം താങ്കൾക്ക് ഉണ്ടായില്ലല്ലോ. പറ്റാത്ത രൂപത്തിലേക്ക് താങ്കളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, തിരിച്ചെടുത്തപ്പോൾ താങ്കളെ തരം താഴ്ത്തിയാണ് തിരിച്ചെടുത്തത്. താങ്കൾക്കുണ്ടായിരുന്ന ഉഗ്രപ്രതാപം നഷ്ടപ്പെട്ടു. താങ്കൾക്ക് പാർട്ടിയിലേക്ക് ഇനി തിരിച്ച് പഴയ പ്രതാപത്തിൽ വരാൻ കഴിയില്ല എന്ന തിരിച്ചറിവല്ലേ സാർ? അതിനപ്പുറം എന്താണ്, കേക്കിന് മുകളിൽ വെക്കുന്ന ഐസിംഗ് അല്ലേ താങ്കൾ ഈ പറയുന്ന വർഗീയതയും ഈ പറയുന്ന മതമൗലികതയൊക്കെ? പാർട്ടിയല്ലേ, എന്റെ നാട്ടിലെ പാർട്ടിയല്ലേ. പക്ഷെ ആ സ്ഥിതി അല്ല ഇന്ന് പാർട്ടിയുടേത്. പാർട്ടിയുടെ സ്ഥിതി, പാർട്ടിയിലുള്ള വിശ്വാസം ഇന്ന് ജനങ്ങൾക്ക് ആലപ്പുഴയിൽ നഷ്ടപ്പെട്ടു. എന്താണ്, ഒരു ലോക്സഭയിൽ കുറച്ച് വോട്ട് കുറഞ്ഞുകൊണ്ടാണോ താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? അതാണോ താങ്കൾക്ക് BJP-യിലേക്ക് പോകാനുള്ള കാരണം? അതുകൊണ്ട് മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ സ്ഥിതി എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പാർട്ടിക്കുള്ളിലെ സ്ഥിതി എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ ആഷ്മിയോട് പറഞ്ഞു. എൻ്റെ നാട്ടിൽ പല ലോക്കൽ സമ്മേളനങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടന്നില്ല. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പകുതിയിൽ കൂടുതൽ നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 5-4 പേരെ വെച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തപ്പെട്ടു. എന്തുകൊണ്ട് ആ ഒരു അവസ്ഥ CPM ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്? ജി സുധാകരൻ സാറിനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാ? ജി സുധാകരൻ സാറിനെ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പൊതുപ്രവർത്തകരാണ്, സത്യസന്ധനാണ്. അദ്ദേഹത്തോട് കാട്ടിയ അവഗണന എന്താണ്? ജി സുധാകരൻ 4 തവണ പാർട്ടി MLA ആക്കിയോ? ജി സുധാകരൻ 3 തവണ പാർട്ടി മന്ത്രിയാക്കിയോ? എന്ത് തവണ കാട്ടിയെന്നാണ് ആലോചിച്ച് നോക്കൂ ശ്രീനിവാസ് ബാബു. അദ്ദേഹത്തെ 4 തവണ 20 വർഷം പാർട്ടി MLA ആയില്ലേ? 3 വർഷം അദ്ദേഹത്തെ പാർട്ടി മന്ത്രിയാക്കിയില്ലേ? അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി ദീർഘകാലം ഇരുന്നില്ലേ? SFയുടെ ആദ്യ സെക്രട്ടറി ഈ പറയുന്ന ജി സുധാകരനായിരുന്നില്ലേ? സാർ, മനുഷ്യന് പ്രായമാവില്ലേ? മനുഷ്യ പ്രായമാകുമ്പോൾ പുതിയ ആളുകൾ വരണ്ടേ? അതിൽ അസ്വസ്ഥപ്പെട്ടിട്ട് അതും ഇപ്പൊ ഏറ്റവും ഒടുവില്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടെന്താണ് ഇപ്പോൾ ജി സുധാകരന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസൃതമായി പാർട്ടി കൊടുക്കാത്ത പദവി എന്താണെന്ന് പറയൂ. ഏറ്റവും ഒടുവിൽ ആഞ്ചലോസിനെതിരായ കാര്യം പുറത്തു പറയാണ്. അദ്ദേഹം CPM-ൽ നിന്നപ്പോൾ അതിന്റെ സുഖലോലുപത അനുഭവിക്കുമ്പോൾ അതിന്റെ പദവികൾ മൊത്തം അലങ്കരിക്കുമ്പോൾ സുധാകരൻ ഒരു വാക്ക് പറഞ്ഞു ഇല്ലല്ലോ. മാനദണ്ഡ പ്രകാരം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് പ്രശ്നമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. അതൊക്കെ ശരിയാണോ? സുധാകരനോട് എന്താ അവണ്ണ കാട്ടിയെന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇന്ന് പോളിറ്റ് ബ്യൂറോയിലുണ്ടോ? അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലുണ്ടോ? അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലെടുത്തോ? പോളിറ്റ് ബ്യൂറോയിലെടുത്തോ? അദ്ദേഹം ആദ്യത്തെ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് തന്നെയാണ് സാർ, അദ്ദേഹം ആദ്യത്തെ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതകാലം മുഴുവൻ നാട്ടിലെ പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാവായി അദ്ദേഹത്തിന്റെ ജീവിതകാലം ഇത്രത്തോളം നാട്ടിൽ തലപ്പൊക്കമുള്ള പാർട്ടിയുടെ നേതാവായി നിന്നു. അദ്ദേഹത്തെ പാർട്ടി 4 തവണ സാമാജികനാക്കി, അദ്ദേഹത്തെ പാർട്ടി 3 തവണ മന്ത്രിയാക്കി. സാർ, എല്ലാ കാലവും എല്ലാവർക്കും MLA മന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമോ, വിരാജിക്കാൻ പറ്റുമോ? അങ്ങനെ ആവാവോ? അധികാര കൊതി അത്ര ആവാവോ? അങ്ങനെ വേണമെന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം പാർട്ടിയിൽ കൊടുക്കണമല്ലോ. കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സകലവിധമായ പരിഗണന കൊടുത്ത് ഒരു തവണ MLA സീറ്റ് കിട്ടുന്നില്ല എന്നറിയുമ്പോഴേക്കും നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നറിയുമ്പോഴേക്കും പ്രതിഷേധ സൂചകമായി സംസ്ഥാന സമിതി അംഗം ഒഴിയുകയാണ്. ഒരു പാർട്ടി പരിപാടിക്ക് പോവാതിരിക്കുകയാണ്. മുള്ളും മുനയും വെച്ച് ഓരോന്ന് പറയുകയാണ്. എന്താണ്, കവിത എന്ന മട്ടിൽ എന്തൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇക്കാലം അത്രയും ഈ പാർട്ടിയുടെ എല്ലാമായി എന്ന മനുഷ്യൻ ഒരു MLA സീറ്റ് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ അങ്ങ് കടകം തിരികെയാണ്. എല്ലാ പരിപാടിയിലും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ആഷ്മി, ഞാൻ പറയട്ടെ, ഒരു പാർട്ടി അംഗമായ ആൾ എല്ലാ പാർട്ടി പരിപാടിക്കും പോകേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ വെറും ഒരു പാർട്ടി അംഗമാക്കി മാത്രം മാറ്റിയില്ല ഈ പാർട്ടി. അദ്ദേഹത്തെ അങ്ങനെ ഇരിക്കേണ്ട ആളാണോ? അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല.
പിന്നെ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന ആലപ്പുഴ സെക്രട്ടറി ജില്ലയിലെ ആക്കണമെന്നാണ് പറയുന്നത്. പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും സാറേ, സംസ്ഥാന മുൻപന്തിയിൽ സെക്രട്ടറി നിന്ന ആളാണ്. അദ്ദേഹത്തിന് കൂടുതൽ പദവികൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് എം എൽ എ സീറ്റ് കൊടുക്കാത്തതിന്റെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണിക്കുന്നില്ലേ? അതുവരെ ഇല്ലാത്ത കുറ്റവും കുറവും പാർട്ടിക്ക് അദ്ദേഹം ചാർത്തി കൊടുക്കല്ലേ? അദ്ദേഹം ശ്രീ ബിപിൻ സി ബാബു, ഇവിടെ എന്താണ് അദ്ദേഹത്തിന് MLA സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം നേരെ തിരിഞ്ഞു നിൽക്കലല്ലേ? അദ്ദേഹത്തിന്റെ കവിത എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി വിടുന്നതിൽ ഈ ഇപ്പം ഏറ്റവും കൂടുതൽ എന്തോ വിജയൻ എന്ന് പേര് കിട്ടിയ വിജയൻ, കാര്യമൊക്കെ ശരിയാണ്, CPM വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമൊക്കെ ഉണ്ട്. ഇത് ഇക്കാലം അത്രയും ആ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി എല്ലാ പദവികളും കിട്ടി ഒരൊറ്റ MLA സീറ്റ് കിട്ടാതാകുമ്പോഴേക്കും പിന്നെ മുള്ളും മുനയും വെച്ചുള്ള ഓരോ വർത്തമാനമാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൂടുതൽ പരിഗണന കൊടുക്കുന്നില്ല എന്നതിന്റെ മറുപടി അദ്ദേഹം തന്നെ പറയുന്നില്ല. നിയമസഭാ അംഗമാക്കിയത് മാത്രമല്ലല്ലോ, ഈ സുധാകരനോട് ഒരു അപകടം കാണിച്ചിട്ടില്ല പാർട്ടിയോടെ. 4 തവണ നിയമസഭാ അംഗമാക്കിയതല്ലോ എല്ലാ അംഗീകാരവും. പാർട്ടിക്കകത്ത് അംഗീകാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലല്ലോ. പാർട്ടിക്കകത്ത് എന്ത് അംഗീകാരമാണ് സാർ കൊടുക്കാതിരുന്നത്? അദ്ദേഹമല്ലേ എസ്എഫ്ഐയുടെ ആദ്യ സെക്രട്ടറി, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ദീർഘകാലം ശക്തനായി വിരാജിച്ചില്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനനുസൃതമായി എല്ലാം പാർട്ടി എല്ലാ കാലവും എല്ലാ നേതാക്കൾക്കും മന്ത്രിയും MLA-യും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാലം കഴിയുമ്പോൾ മനുഷ്യൻ മാറിക്കൊടുക്കണ്ടേ? അടുത്ത ആളുകൾ വരണ്ടേ? മന്ത്രി MLA ആക്കുന്നത് മാത്രമല്ലല്ലോ അടുത്ത ആൾ വരുമ്പോഴേക്കും ഉടനെ അടിച്ചു കൊടുക്കുക. SDPI ചാപ്പ അടിച്ചു കൊടുക്കുകയാണ്. SDPI ചാപ്പ അടിച്ചു കൊടുക്കാൻ മുന്നിൽ നിൽക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ത്യാഗം സഹിച്ച ആളാണ്. ഏതാ സാറേ, എല്ലാവരും ത്യാഗം സഹിച്ച മനുഷ്യന്മാരല്ലേ? ഈ പാർട്ടിയിൽ മുൻനിരയിൽ നിന്ന ഇത്രത്തോളം ഇപ്പൊ അടിയന്തരാവസ്ഥയിൽ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട എത്ര മനുഷ്യർക്ക് സുധാകരന്റെ 100-1 പ്രാധാന്യം കൊടുക്കാത്ത മനുഷ്യന്മാരെ നമുക്ക് അറിഞ്ഞൂടെ? ജി സുധാകരൻ സാർ എല്ലാവരെയും പോലെ അല്ല. എന്നെ പോലെയാണോ ജി സുധാകരൻ സാർ? അല്ലല്ലോ. ഞാൻ പറയുന്നത് ജി സുധാകരന്റെ വഴിയിൽ തന്നെ താങ്കൾക്ക് പരിഗണന നൽകി വന്നതാണ്. പോട്ടെ. അപ്പോൾ എന്തായാലും താങ്കൾ പറയുന്നത് BJP ആണ് മതനിരപേക്ഷ പാർട്ടി എന്നാണ് പറയുന്നത്, CPM അല്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി പറയാൻ അർഹതയുണ്ടോ ശ്രീ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ താങ്കളുടെ വ്യക്തിപരമായ കാര്യം പറയല്ല, പക്ഷേ താങ്കൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാകുന്നു. പാർട്ടിയാണ് അതിന് മുൻകൈ എടുക്കുന്നത്, പാർട്ടിയാണ് ആ വീട്ടിൽ പോയി സംസാരിക്കുന്നത്, പാർട്ടിയാണ് ആ കല്യാണം നടത്തുന്നത് അല്ലേ? താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, വ്യക്തിപരമായ അനുഭവത്തിൽ പോലും ആ മതനിരപേക്ഷ മൂല്യങ്ങൾ പിടിച്ചു നിർത്തിയ പാർട്ടിയാണ് പാർട്ടി അല്ലേ? പാർട്ടിയല്ല വീട്ടിൽ പോയി സംസാരിച്ചിട്ടില്ല, പാർട്ടിയല്ല കല്യാണം നടത്തിയത്. പിന്നെന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യ പാർട്ടിക്ക് ഒരു പരാതി കൊടുക്കേണ്ടി വരുന്നത്? ഞാൻ എൻ്റെ ഭാര്യയെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കൾ ദുരനുഭവം ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് ഒരു പരാതി കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പോലീസല്ലേ പരാതി കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സജീവമായി പാർട്ടി പ്രവർത്തനത്തിനുള്ളത് കൊണ്ടാണ് പരാതി കൊടുത്തത്. സാർ, ഞാൻ ചോദിക്കുന്നത് പോലീസിലോ കോടതിയിലോ ഒന്നും പരാതി കൊടുത്തില്ലല്ലോ, പാർട്ടിക്കല്ലേ പരാതി കൊടുത്തത്. അന്വേഷണ കമ്മീഷൻ പോലും വെക്കാതെ, അന്വേഷണം പോലും നടത്താതെ എന്നെ നടപടി എടുക്കുകയാണ് ഉണ്ടായത്. എക്സാക്ട്ലി ചോദ്യം അതാണ്. ഇപ്പൊ താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കളുടെ മർദ്ദനം ഏൽക്കേണ്ടി വരും. സാധാരണ ആ സ്ത്രീ വിശ്വസ്തമായ ഒരു സംവിധാനമായോണ്ടാണല്ലോ അങ്ങയുടെ ഭാര്യയ്ക്കും ആ പ്രസ്ഥാനം, അതുകൊണ്ടാണല്ലോ പാർട്ടിയിലേക്ക് പരാതിയുമായി പോകുന്നത്. ഞാൻ പറയട്ടെ ആഷ്മി, എനിക്കെതിരെ പാർട്ടിക്ക് ഒരു പരാതി കൊടുത്തു. പാർട്ടി എന്താ, സാധാരണ ഒരു പാർട്ടിക്ക് ഭരണഘടന ഉണ്ടല്ലോ, പാർട്ടി എന്താ ചെയ്യേണ്ടത്? പാർട്ടി ആദ്യം ഒരു ഏരിയ കമ്മിറ്റി കൂടി ഒരു അന്വേഷണ കമ്മീഷൻ വെക്കണം. ആ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം വീണ്ടും ഏരിയ കമ്മിറ്റി കൂടി നടപടി എടുക്കണം തെറ്റുകാരനാണെങ്കിൽ. എനിക്കെതിരെ ഉണ്ടായത് എന്താ? ഭാര്യയുടെ പരാതി മേടിച്ച് വെക്കുന്നു, പിറ്റേന്ന് ഏരിയ കമ്മിറ്റി കൂടുന്നു, എന്നെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണോ ഒരു രീതി? പിന്നെ അതല്ലേ രീതി? ബോധപൂർവ്വമല്ലേ? അതല്ലേ രീതി എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ രീതി. അതല്ല രീതി. പാർട്ടി എനിക്കെതിരെ ഒരു പരാതി ഉണ്ടായാൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണം, അത് അന്വേഷിക്കാൻ. അങ്ങനെയല്ലോ. ഇപ്പൊ താങ്കളെ പോലെ തന്നെ പ്രിയങ്കരിയായ പാർട്ടിക്ക് പ്രിയങ്കരിയായ ഒരു നേതാവ്, ആഷ്മിക്കെതിരെ ഞാൻ ഒരു കാര്യം, ഒരു സെക്കൻഡ്, ആഷ്മിക്കെതിരെ ആഷ്മി ഒരു CPM പ്രവർത്തകനാണെങ്കിൽ ആഷ്മിക്കെതിരെ ഭാര്യ ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നു. ആ പരാതി കിട്ടിയാൽ പിറ്റേ ദിവസം ഏരിയ കമ്മിറ്റി കൂട്ടി നടപടി എടുക്കുകയല്ല വേണ്ടത്. അതിനെക്കുറിച്ച് ഒരു കമ്മീഷൻ വെക്കണ്ടേ? പ്രൊവൈഡഡ് എന്റെ ഭാര്യ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണെങ്കിൽ താങ്കൾ പറഞ്ഞ ലോജിക്കുണ്ട്. താങ്കളുടെ കാര്യം അങ്ങനെയല്ല. താങ്കളുടെ കാര്യം താങ്കളെ പോലെ തന്നെ പാർട്ടിക്ക് പ്രിയങ്കരിയാണ് താങ്കളുടെ ഭാര്യ അല്ലേ? താങ്കളുടെ മുൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, ഒരാളാണ് താങ്കളുടെ ഭാര്യ അല്ലേ? ആ ഭാര്യ കൊടുക്കുന്ന പരാതി CPM വിശ്വസിക്കുന്നതിനാണ്. ആ പരാതി കൊടുത്താൽ പിറ്റേ ദിവസം ഈ കമ്മിറ്റി കൂടി നടപടി എടുക്കുന്നതല്ലോ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? അത് സത്യസന്ധമാണോ? ആ ആരോപണം ശരിയാണോ?
ആരോപണം ശരിയാണോ എന്ന് അന്വേഷണം നടത്തണ്ടേ? ഭാര്യയുടെ വാക്ക് കേട്ട് മാത്രമല്ലല്ലോ നടപടി എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാം എനിക്ക് ഈ രാജ്യത്ത് എന്ത് നടക്കും? ഈ പാർട്ടിക്കകത്ത് എങ്ങനെ നടക്കും? ശരി, അപ്പോൾ അതിലെ അതൃപ്തി താങ്കളുടെ പുറത്തേക്ക് പോക്കിന് കാരണമാവുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന നരേന്ദ്രമോദിയോട് ആകർഷണമായി പോവലാണെന്ന് അത് പറയുമ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ ആഷ്മി? അതും ഇതുമായി എന്റെ ഇപ്പൊ പുറത്തേക്കുള്ള പോക്കുമായി യാതൊരുവിധ ബന്ധവുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പാർട്ടിയിലേക്ക് തിരികെ വന്നിട്ട് ഇപ്പൊ 1 വർഷത്തിലധികമായി. എനിക്ക് പാർട്ടി അംഗത്വം കിട്ടിയിട്ട് 1 വർഷത്തിലധികമായി. അതും ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ് ആ പരാതി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനും പറ്റില്ല. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ താങ്കൾ അല്പസമയം തുടരണം. ഞാൻ കുറച്ച് കൂടുതൽ വ്യക്തിപരമായി പോയെങ്കിൽ ക്ഷമിക്കണം. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇവിടെ ഞാൻ അദ്ദേഹത്തോട് അത്രയും ചോദിക്കാൻ കാരണം ഈ പറയുന്ന ബിപിൻ സി ബാബു അടിയുറച്ച കേഡറായിരുന്നു. അടിയുറച്ച പാർട്ടി കേഡറായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആർജവത്തിൽ പാർട്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കാനും ആർജവത്തിൽ പാർട്ടി മുദ്രാവാക്യം ഏറ്റുവിളിപ്പിക്കാനും, എന്നാൽ ചിലർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ടല്ലോ, ആ വൈബൊക്കെ ഉള്ള നേതാവായിരുന്നു അദ്ദേഹം. BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് എനിക്ക് അചിന്ത്യമാണ്. വ്യക്തിപരമായി എനിക്ക് ബിപിൻ സി ബാബുവിൻ്റെ കാലയളവിൽ അല്ലെങ്കിൽ കൂടിയും SFIയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും എനിക്ക് ബിപിൻ സി ബാബു BJPയിലേക്ക് പോകുന്ന ഒരു അചിന്ത്യമാണ്. അതുപോട്ടെ, എങ്ങനെയാണ് വളരെ പെട്ടെന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് അത്തരത്തിൽ പ്രത്യയശാസ്ത്രം അപ്പാടെ പറഞ്ഞ് സ്വിച്ചിങ് നടക്കാൻ കഴിയുക എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എൻ വി ബാലകൃഷ്ണൻ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം ഇവിടെ കരുനാഗപ്പള്ളിയിൽ കലാപമാണ്. കരുനാഗപ്പള്ളിയിൽ കലാപത്തിൽ അവിടുത്തെ പാർട്ടി നേതാക്കളടക്കമുള്ള സ്ത്രീകൾ വിളിക്കുന്നത് പെണ്ണുപിടിയനാണ് ലോക്കൽ സെക്രട്ടറി എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. ഇയാൾ അഴിമതിക്കാരനാണെന്ന് പറയുകയാണ്. ഇയാൾ റിയൽ എസ്റ്റേറ്റുകാരനാണെന്ന് പറയുകയാണ്. PR വസന്തൻ ഇവിടെ ഈ പറയുന്ന അവിശുദ്ധ വഴിയിൽ പണം ഉണ്ടാക്കിയ ഒരു അധമനാണ് എന്ന് പറയുകയാണ്. PR വസന്തൻ പറയുകയാണ് ഈ പറയുന്നവർ. ഇന്നലെ തിരുവല്ലയിലേക്ക് പോയാലോ, അവിടെ ഏതോ ഒരു സജി ഈ പറയുന്ന പീഡനക്കേസിലെ പ്രതിയാണെന്ന് പറയുകയാണ്. പീഡനക്കേസിലെ പ്രതി മാറ്റിയതിൻ്റെ പേരിൽ ഐസക്കിനെ തോപ്പിക്കാൻ ഇയാൾ നോക്കിയെന്ന് പറയുകയാണ്. ഇനി നേരെ കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോയാലോ, അവിടെ വന്ന് കോൺഗ്രസ്സുകാരനെ സെക്രട്ടറി ആക്കിയതിൽ അവിടെ കലാപം. പാർട്ടിയുടെ, ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല, പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സമ്മേളനം നടക്കുമ്പോൾ ഇപ്പുറത്ത് വിമത വിഭാഗം ചേർന്നുകൊണ്ട് പാർട്ടി പതാക ഉയർത്താണ്. പാർട്ടിയുടെ കൊടിയ വിഭാഗീയതയുടെ കാലത്ത് പോലും കാണാത്ത കാഴ്ചകൾ ഈ സമയത്ത് കാണുകയും പാർട്ടി സെക്രട്ടറിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്രത്തോളം ദയനീയ അവസ്ഥയാണ് എൻ വി ബാലകൃഷ്ണൻ? മിസ്റ്റർ ഹാഷ്മി, ഞാൻ നേരത്തെ നടന്ന ചർച്ചകളൊന്നും കേട്ടിട്ടില്ല. അവസാനമായി ബിപിൻ സി ബാബുവിടെ ചില വാർത്താനങ്ങൾ മാത്രമാണ് കേട്ടത്. അതുകൊണ്ട് അതിനോടൊന്ന് ചെറുതായി പ്രതികരിച്ച് തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിവാഹം അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ നാട്ടുകാരുടെ മുമ്പിലുണ്ട്. പിന്നെ CPM-നകത്ത് ആളുകളെ ഒതുക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അനുഭവം കൊണ്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നും യാതൊരു സംശയവുമില്ല. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കും, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ശരിപ്പെടുത്തും. അതൊക്കെ CPM-ൻ്റെ ഒരു പൊതുരീതിയാണ്. അതുപോലെ മറ്റു തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ CPM-ൻ്റെ അകത്ത് സ്ഥിരമായി ഉന്നയിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ നടക്കുമ്പോഴും ബിപിൻ സി ബാബു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ മാനസിക പ്രയാസം തോന്നുന്നുണ്ട്. അദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ആക്ഷേപം വന്നപ്പോൾ അതിന് അന്വേഷണ കമ്മീഷനെ വെച്ച് തെളിവെടുത്തതിന് ശേഷം മാത്രമേ നടപടിയെടുക്കാൻ പാടുള്ളൂമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളൊക്കെ അന്വേഷണ കമ്മീഷനെ വെക്കുന്നത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ആ കമ്മിറ്റിക്ക് നടപടിയെടുക്കേണ്ടതോ തീരുമാനമെടുക്കേണ്ടതോ ആയ കമ്മിറ്റിക്ക് വ്യക്തമായ ധാരണയില്ലാതിരിക്കുമ്പോഴാണ്. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നൊരവസ്ഥയുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുക. അല്ലാത്ത സമയത്ത് പാർട്ടി കമ്മിറ്റിക്ക് കൃത്യമായ വിവരങ്ങളെല്ലാം മുമ്പിലുണ്ടെങ്കിൽ അവർക്ക് അത് വെച്ച് തന്നെ നടപടി എടുക്കാവുന്നേ ഉള്ളൂ. അതായത് അദ്ദേഹം പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിൽക്കട്ടെ, അത് ഞാൻ അതിലെ മറ്റു അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, CPM പോലൊരു പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബിപിൻ ബാബുവിന് ഞാൻ നേരത്തെ SFIയുടെയും DYFIയുടെ ഒക്കെ പ്രവർത്തകനായിരുന്നുകൊണ്ട് എനിക്കറിയാം. അദ്ദേഹം ഈശ്വരനായ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി സംഘടിപ്പിച്ച, അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിക്കലാണല്ലോ. ആ ജനകീയ ജനാധിപത്യ തൊഴിലാളി വർഗ വിപ്ലവം സംഘടിപ്പിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടി, അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ ഭരണഘടന, ലോകത്തിലാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിൽക്കുന്ന ഒരു കാലത്ത് നരേന്ദ്രമോദിയുടെ, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയിലേക്ക് പോകുന്നതിന് യാതൊരു മനസാക്ഷി കുത്തും തോന്നുന്നില്ലെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അർത്ഥം എന്താണ്
എന്നുള്ളൊരു പ്രശ്നം വരും. ഇതാണ് ആഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇന്നുള്ള ആളുകളിൽ ഞാൻ പറയുന്നു മഹാഭൂരിപക്ഷമല്ല, അതിനപ്പുറത്തെ ഭൂരിപക്ഷം ആളുകൾ ഇതുപോലെ തങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ലാഭത്തിന് വേണ്ടി, തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ നിൽക്കുകയാണ്. ഒരേ കടൽ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ, ചെങ്കടലിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തിന് ഒരു പക്ഷേ മെഡിറ്ററേനിയൻ കടലിൽ ജീവിക്കാൻ പറ്റില്ല, അറബിക്കടലിലെ ഒരു മത്സ്യത്തിന് ഒരു പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം കടലുകൾ പലതും വ്യത്യസ്തമാണ്, അവിടുത്തെ ജലത്തിന്റെ സ്വഭാവവും മറ്റ് എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു കടലിലെ മീനിന് മറ്റൊരു കടലിൽ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞതിന് മലയാളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ മുമ്പ്, വളരെ അടുത്ത കാലം വരെ സാധ്യമായിരുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ഇപ്പോൾ ആ പ്രശ്നം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടയിൽ ഇല്ലാതായിരിക്കുന്നു. CPM ഒരു പാർട്ടിയാണ്, കോൺഗ്രസ് വേറൊരു പാർട്ടിയാണ്, BJP വേറൊരു പാർട്ടിയാണ്, ജനതാദൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇങ്ങനെ വ്യത്യസ്ത പേരുകളുള്ള പാർട്ടികൾ എന്നതിനപ്പുറത്തോട്ട് ഇതെല്ലാം ഒരേ കടലാണ്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഈ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ. നിങ്ങൾ നോക്ക്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളല്ലേ കേൾക്കുന്നത്. ഈ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ പുറത്തു കേട്ട വാർത്തകൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഒരു യുവജന നേതാവ്, അയാളെന്തോ ഷാനവാസ് മറ്റേ പേരായ കക്ഷി മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടത്തിലാണ്. ആ മയക്കുമരുന്ന് ഈ ആക്ഷേപം ഉയർത്തുന്നവരാണ്, വേറെ ആരെങ്കിലും അല്ല, CPM-നകത്തുള്ള ആളുകൾ തന്നെയാണ്. ഇയാൾ മയക്കുമരുന്ന് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തടിക്കച്ചവടക്കാരനായിട്ടുള്ള ഒരാൾ തടി അറുത്ത് കടത്തിക്കൊണ്ടുപോയിട്ട് തടി മാഫിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, അയാൾക്കെതിരായി തെളിവുകൾ നൽകുന്നവരാണ്, അല്ലെങ്കിൽ അയാളെ ഒറ്റ കൊടുക്കുന്നവരാണ്. അതേ CPM-നകത്തുള്ള ആളാണ്. വേറൊരു പാർട്ടി നേതാവുമായിട്ട് ബന്ധപ്പെട്ട് 50-ലധികം സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ അയാൾ സൂക്ഷിച്ചു വെക്കുക അത്ര, എന്നിട്ട് ഏതോ കുളിമുറി കയറിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ CPM-നകത്ത് സംഭവിക്കുന്നതാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പഴയ CPM-നകത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയേ പ്രശ്നമുള്ളൂ. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി, തൻ്റെ അവസരങ്ങൾക്ക്, തനിക്ക് പണം ഉണ്ടാക്കുന്നതിന്, തനിക്ക് അധികാരം ഉപയോഗിക്കുന്നതിന്, തനിക്ക് സുഖിക്കുന്നതിന് ഉള്ള ഒരു അവസരമാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. കാരണം പലപ്പോഴും അധികാരം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. നാട്ടിൽ ഒരുപാട് പലതരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സഹകരണ മേഖലയിലും അതുപോലെ മറ്റു പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അധികാരത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CR നീലകണ്ഠൻ പണ്ട് പാർട്ടിയുടെ വിഭാഗീയതര കാലത്ത് നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അന്നൊരു പക്ഷേ അടിസ്ഥാനം വ്യക്തിവിരോധമാണെങ്കിലും അത് പുറത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഈ പറയുന്ന 4-ാം ലോക സിദ്ധാന്തം, അല്ലെങ്കിൽ ഡാങ്കെ, അല്ലെങ്കിൽ റിച്ചാർഡ് ഫ്രാങ്കി, അല്ലെങ്കിൽ എന്തോ ചാരൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രത്യയശാസ്ത്ര പരിപ്രേക്ഷ്യ രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരിക. ഇതിപ്പോൾ പുറത്തേക്ക് വരുന്നതാണ് ബോയ്സ് സ്കൂൾ അഴിമതി, കേരഫഡ് നിയമന അഴിമതി, ഒരു ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണമുണ്ടാക്കൽ, ബാർ മുതലാളി ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടുത്തുന്നു, കുബേര കേസ് പ്രതി ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടുത്തുന്നു, ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി നിയമിച്ച ആൾക്കെതിരായ വീഡിയോ ഞങ്ങളോട് സാർ ഞങ്ങൾ തരാം എന്ന് പറയുന്നു. എന്താണ് വീഡിയോ? ഈ പറഞ്ഞ സ്ത്രീയെ പീഡിപ്പിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കാണിക്കാമെന്ന് പറയുന്നു. പക്ഷേ CR നീലകണ്ഠൻ ഇപ്പോൾ ഇവിടെ ഈ PROസിനെ കാത്തു സൂക്ഷിക്കുന്ന സുദേവനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പിരിച്ചൊരു അഡ്വോക്കറ്റ് കമ്മിറ്റി ആയപ്പോഴേക്കും സുദേവനെതിരെയുള്ള പരാതി ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ക്യൂവാ ഫോണിൽ, വാട്സാപ്പിൽ. CR ഇതെന്തൊരു പോക്കാണ്? CR ഇത് നിയന്ത്രിക്കണ്ടേ? CR ഇത് നിയന്ത്രിക്കേണ്ടതാണ് എന്നൊക്കെ എനിക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. കാരണം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ബിപിൻ സി ബാബുവിൻ്റെ പോലെയുള്ള ആളുകളാണ്. കാരണം ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം തകരുന്നതോടുകൂടി ആളുകൾ കൂട്ടത്തോടെ, നമ്മൾ ആലപ്പുഴ ഒക്കെ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ഇടതുപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്ന അത്യത്ഭുതകരമായൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. BJP-യിൽ ആര് ചേരുന്നതും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. BJP-യുടെ രാഷ്ട്രീയത്തെ നഖശികാന്തം എതിർക്കുന്നത് കൊണ്ട് നേരത്തെ NV പറഞ്ഞതുപോലെ BJP-യിലേക്ക് ആരെങ്കിലും എന്ത് ന്യായം പറഞ്ഞു പോയാലും അത് പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്ര ന്യായമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ? ഏതെങ്കിലും പ്രത്യയശാസ്ത്രയുടെ അടിത്തറയിലാണോ ഇപ്പോൾ CPM പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ നേരത്തെ NV പറഞ്ഞു ജനകീയ ജനാധിപത്യ വിപ്ലവം, സോഷ്യലിസം, ഇതൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും CPM-ൽ ഇപ്പോൾ പറയാറുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ 30 വർഷം CPM മെമ്പറായിരുന്നു. ചെറിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്.
അന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നിരന്തരം പറഞ്ഞിരുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം. കാരണം ഇപ്പോഴുള്ള അവസ്ഥ ഒരു സ്ഥിരാവസ്ഥയല്ല, ഈ വ്യവസ്ഥിതിയിൽ മാറ്റം വരണം എന്നാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും CPM കാരനെ ഹിപ്നോട്ടൈസ് ചെയ്യൂ, ഇന്നുള്ള വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു CPM കാരനുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഇന്നുള്ള വ്യവസ്ഥ ഇതുപോലെ നിലനിൽക്കണം എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻഡ്. കാരണം പ്രത്യയശാസ്ത്ര അടിത്തറയിലല്ല നിങ്ങൾ ഈ പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഏതാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു കടയിൽ എന്ന് പറഞ്ഞ പോലെ ഏത് പാർട്ടിയിൽ നിന്നും ഏത് പാർട്ടിയിലേക്കും പോവാം. നിങ്ങൾക്ക് കോൺഗ്രസ് ആവാം, BJP ആവാം, CPM ആവാം, CPI ആവാം, ലീഗ് ആവാം, SDP ആവാം, എന്ത് വേണിയാവാം. കാരണം എന്താ, ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയിലല്ല. അപ്പോൾ നേരത്തെ കാശ്മീർ ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് 1964 പാർട്ടി പിളർപ്പ്, അതിന് മുമ്പുള്ളതടക്കം പാർട്ടി പിളർപ്പടക്കം 69 നക്സൽ മൂവ്മെൻറ്റിൻ്റെ തുടക്കം മുതൽ പിന്നെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ VS പിണറായി തർക്കം, യഥാർത്ഥത്തിൽ അതിലൊക്കെ തന്നെ ഒരു സംഘടനാപരമായ ഇപ്പോൾ TPയുടെ വിഷയം അടക്കം അതിലൊരു സംഘടനാപരമായ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ VB ചെറിയാൻ അടക്കം ഉയർത്തിയത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ സംഘടനാപരമായ പ്രശ്നത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടി അതിനകത്തുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രശ്നത്തെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കുകയും പാർട്ടി ഒരു സംഘടന മാത്രമേ. ഞാൻ സാധാരണ തമാശയ്ക്ക് പറയാറുള്ളത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്നാണ് നമ്മൾ പറയുക. പക്ഷേ മാർക്സിസം ഇല്ലാതായി, മാർക്സിസത്തിൽ യാതൊരു താല്പര്യമില്ലെങ്കിൽ പിന്നെ ലെനിനിസ്റ്റ് ആയാൽ അതൊരു ഫാസിസ്റ്റാണ്. അതാണ് അതിൻ്റെ പച്ച മലയാളം. ഇപ്പോൾ എന്താ കോൺഗ്രസ്സിൽ ഇതുപോലെ അടിയുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് കയ്യാങ്കളി. അതിലാർക്കും ഒരു അത്ഭുതമില്ല. കാരണം എന്താ, കോൺഗ്രസ് അങ്ങനെയാണ്. പക്ഷേ കോൺഗ്രസ്സിൽ അത് പിടിച്ചു നിൽക്കുന്നത് അതൊരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയായിട്ടാണ്. ഇപ്പോൾ അക്സറൊക്കെ പറയും ഇത് ജനാധിപത്യ പാർട്ടിയാണെന്ന്. എനിക്ക് ചിരിയാണ് വരുന്നത്. ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ ഇങ്ങനെയല്ല വരിക. ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ അത് ഇപ്പോൾ ഒരു എന്തൊക്കെയായാലും ശരി, കോൺഗ്രസ്സിൽ ഒരുത്തൻ ഒരു കള്ളനാണ് കയറിയെങ്കിൽ കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാരൻ വിളിച്ച് പറയും ഇവൻ കള്ളനാണ്, ഇവൻ പെണ്ണുപിടിയനാണ്, ഇവൻ മറ്റേതാണ് മറിച്ചതാണ്, മുണ്ടുരിഞ്ഞ് കളയും, ഒക്കെ ചെയ്യും. ഇവിടെ അതിനൊരു സാധ്യതയില്ല. ഇപ്പോൾ കരുനാഗപ്പള്ളി കമ്മിറ്റിയുടെ മാത്രം കാര്യം എടുക്കുക. ഇതിനു മുമ്പ് കരുനാഗപ്പള്ളിയിൽ പ്രശ്നം ഉണ്ടായിട്ട് സഖാവ് പോറ്റിയെ പോലെയുള്ള ആളുകളെയും PR വസന്തനെയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ, ഇന്ന് കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള, ഇപ്പോൾ പിരിച്ചുവിടപ്പെട്ട ഏരിയ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ മുഴുവൻ ഈ പറഞ്ഞതുപോലെ കോറി മുതലാളിയുടെയും അല്ലെങ്കിൽ സ്ത്രീ പീഡകൻ്റെയും അല്ലെങ്കിൽ ബാർ മുതലാളിയുടെയും ഒക്കെ ആളുകളാണ്, അല്ലെങ്കിൽ ബാർ മുതലാളി തന്നെയാണ് എന്ന് പറയാണ്. ഇവരെങ്ങനെയാണ് ആ കമ്മിറ്റിയിൽ വന്നത്? ഒരാൾ ഏരിയ കമ്മിറ്റിയിൽ വരുന്ന ഒരു പാർട്ടി ഘടന അനുസരിച്ച് അയാൾ ആദ്യം ലോക്കൽ കമ്മിറ്റി മെമ്പർ ആവണം, എന്നിട്ടല്ലേ ഏരിയ കമ്മിറ്റിയിലേക്ക് വരുള്ളൂ. ബ്രാഞ്ച് മെമ്പർ ആവണം, ബ്രാഞ്ച് സെക്രട്ടറി. ഇയാൾ ഇത്രയും കാലം ഈ ബാർ മുതലാളി ഏരിയ കമ്മിറ്റിയിൽ വരുമ്പോൾ മാത്രമാണോ പ്രശ്നം? ഇയാൾ ലോക്കൽ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ പ്രശ്നം ഉണ്ടായില്ലേ? അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇയാളെ ഒഴിവാക്കണമെങ്കിൽ ഇയാൾ ബാർ മുതലാളിയുടെ ആളാന്ന് പറയണം, ഇയാൾ ക്വാറിക്കാരനാന്ന് പറയണം, ഇയാൾ പറയണം. കാരണം എന്താണെന്നറിയോ, എല്ലാവരുടെ കയ്യിലും സാധനമുണ്ട് ഹാഷ്മി. അതാണ് പ്രശ്നം. ഏത് നേതാവിനെ വീഴ്ത്താൻ പറ്റിയ സാധനം മിക്കവാറും എല്ലാവരുടെ കയ്യിലുമുണ്ട്, സാധാരണ മനുഷ്യരുടെ കയ്യിലുണ്ട്. അത് കൊഴിഞ്ഞാമ്പാറയിലായാലും ആലപ്പുഴയായാലും കരുനാഗപ്പള്ളി ആയാലും തിരുവല്ല ആയാലും എല്ലാവരുടെ കയ്യിലും സാധനം ഉണ്ടെന്നേ. ഇപ്പോൾ ഈ എന്താ പറയുക, വാട്സപ്പ് വീഡിയോ ഉണ്ട്, മറ്റ് സംഗതികളുണ്ട്. ഏത് നേതാവിനെ വേണമെങ്കിലും തകർക്കാൻ കഴിയുന്ന സംഗതികളുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള ആളുകൾക്കെതിരെ അഴിമതി ആരോപണം വരുമ്പോൾ പാർട്ടി ഡിഫെൻഡ് ചെയ്യണം. പാർട്ടി ഡിഫെൻഡ് ചെയ്യുമ്പോൾ എന്താ അവർ കാണണേ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെയാവാമെങ്കിൽ ഞങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇതാവാം, ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഇതാവാം. കാരണം ഇതിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അപ്പോൾ വരുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, അവിടെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരും എന്ന് പറയുന്ന തരത്തിലുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിനെ മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇതിനെ മെച്ചപ്പെടുത്തണമെങ്കിൽ ആദ്യമായി രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങണം. രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുമോ ഇവിടെ? ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുമോ? പരിത്യാത്മകവാദിവാദം പ്രായോഗികമല്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എന്ന് ആലോചിക്കുക. അതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ ആളാണ് പാർട്ടി സെക്രട്ടറി. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുമ്പോട്ട് പോകണേ? അപ്പോൾ പ്രശ്നം ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കുക, അതിനുവേണ്ടി ആരുമായിട്ടും കൂട്ടുണ്ടാവുക. അത് ഏത് തരത്തിൽ മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. നമ്മളെതിരെ ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും എടുത്തേണ്ട ഒരു വിവാദം ഹാഷ്മിക്ക് അറിയാം. ഹാഷ്മി ആ ചർച്ച ഞാൻ കണ്ടതിന്, ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്തോ ഒരു വലിയ ഭീകര സംഘടനയാണെന്ന് ഇപ്പോൾ പറയുന്നു. 2011 വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ തീർന്ന ഒരു പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയൊരു പാർട്ടി. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമല്ല പ്രതികൂലമല്ല. അവരവരുടെ രാഷ്ട്രീയം പറയുന്നു, ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നു. അവരെ എതിർക്കേണ്ടത് എൻ്റെ ജോലിയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എന്തോ ഒരു സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങ് ഭയങ്കര കുഴപ്പക്കാരനായി. ദേശാഭിമാനി മുഖപ്രസംഗം എഴുതുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, അസംബ്ലിയിൽ ആര്യാട മുഹമ്മദിന് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയുന്നു. ഇതൊക്കെ നമ്മുടെ കയ്യിൽ റെക്കോർഡാണ്. ഒരു സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമി മോശമാവും, നാളെ അത് കഴിയുമ്പോൾ വേറെ ആളുകൾ മോശമാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ അല്ലാതെ ഒരു പാർട്ടി രൂപപ്പെടുമ്പോൾ പിന്നെ അതിന് ചെയ്യാവുന്നത് സ്വന്തം കാര്യം നോക്കലാണ്.
അതെ, അപ്പോൾ അതിന്റെ പരിണിതപരമാണ് താഴെത്തട്ടിൽ എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ശ്രീ അസ്കർ, അതിൽ കാര്യമില്ലേ? ശ്രീ അസ്കർ ഒരു വാചകം കൂടി പറഞ്ഞു. ഒരു വാചകം കൂടി അല്ല ഹാഷ്മി, ഒരു വാചകം കൂടി പറഞ്ഞിരുന്നു. അതായത് കോൺഗ്രസ് അത് പിടിച്ചു നിൽക്കുന്നത് അവരുടെ വേറെ തരത്തിലുള്ള ആഭ്യന്തര ഘടന കൊണ്ടാണ്. അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി വന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആരും ഏരിയ കമ്മിറ്റിയിൽ ഇനി വരില്ല എന്ന് ഉറപ്പുണ്ടോ? ഈ പറഞ്ഞ ആരെങ്കിലും വരില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇവരൊക്കെ ഏരിയ കമ്മിറ്റിയിൽ വന്നു എന്നുള്ളതും സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതും നമുക്ക് ഉറപ്പുണ്ടോ? സംസ്ഥാന സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാത്ത, ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന ഒരു പാർട്ടിയായത് ഓർമ്മയുണ്ടാവണം. ബ്രാഞ്ച് സമ്മേളനം പാർട്ടി പുറത്താക്കിയ ഒരാൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വരികയും ഇന്ന് കേരളത്തിലെ ഏറ്റവും പവർഫുൾ പൊളിറ്റിക്കൽ ആളായി നിൽക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ടതാണ് ഹാഷ്മി. അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഇതെല്ലാം പ്രയോഗിക്കും. ഇപ്പോൾ നേരത്തെ ബിപിൻ സി ബാബു പറഞ്ഞില്ലേ അവിടെ വർഗീയതയുണ്ടെന്ന്. അദ്ദേഹം പറയാൻ പോകുന്നത് എനിക്കറിയാം അവിടെ മുസ്ലിം വർഗീയതയാണ്. ഞാൻ പറയാതിരുന്നിട്ട് എന്താ കാര്യം? ആലപ്പുഴയിൽ എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി. അത് പ്രചരിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചത്. അത് ഇപ്പോൾ അദ്ദേഹം സ്വയം അത് പുറത്തു വന്നു BJP-യുടെ സമ്മേളനത്തിലിരുന്നു എന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് അവിടുത്തെ പ്രശ്നമാണ്. ഇത് ചർച്ച ചെയ്യാൻ പാർട്ടി എപ്പോഴെങ്കിലും തയ്യാറാവും എന്നുള്ളതാണ് ചോദ്യം. ശരി, ശ്രീ അസ്കർ, ഇവിടെ ഈ പറയും മട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ കാലയളവിൽ അത്രയും നല്ല ബന്ധം നിൽക്കുകയും അവരുടെ വോട്ടത്രയും വാങ്ങുകയും വോട്ട് വാങ്ങിയതിനെ പാർട്ടി മുഖപത്രത്തിൽ ശ്ലാഘിച്ചെഴുതി ഏക പത്രം ദേശാഭിമാനിയാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിരിക്കും. അങ്ങനെ നിൽക്കുകയും അവരുടെ വോട്ട് കിട്ടി, അവരെ പ്രലോഭിപ്പിക്കാൻ നോക്കി എന്ന് ഇതേ പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ഈ കോടിയേരി ബാലകൃഷ്ണൻ ജമാഅത്തെ ഇസ്ലാം തീവ്രവാദികളെന്ന് ആര്യാടം പറയുമ്പോഴേക്കും അതിനെ തിരുത്തുന്നു. അങ്ങനെ പറയരുത്, രാഷ്ട്രീയ അത് RSന്റെ വോട്ട് വാങ്ങുകയാണെങ്കിൽ തന്ത്രമാണ് എന്ന് നിയമസഭാ രേഖ. സാറേ, ഇതൊക്കെ കേരളത്തിന് അറിയും പോലെ പാർട്ടി പ്രവർത്തകർക്കും അറിയാമല്ലോ. ഓൺ എ ഫൈൻ ഡേ ജമാഅത്തെ ഇസ്ലാമികളുടെ ആഗോള ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ നേതാക്കളുടെ ക്രെഡിബിലിറ്റി പ്രശ്നമല്ലേ അവിടെ ഉണ്ടാവുക? അതായത് സന്ദീപ് വാര്യർ അവിടുന്ന് BJP വിടാൻ പോകുന്നു പറയുമ്പോൾ തന്നെ AK ബാലൻ പറയുകയാണ് വളരെ മനോഹരമായ മനുഷ്യനാണ്, ദാർശനികമായി ആലോചിക്കുമ്പോഴേക്കും RSSന്റെ ആ കൂടാരത്തിൽ അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയാത്ത നല്ല വ്യക്തിപരമായ വളരെ നല്ല മനുഷ്യൻ, തങ്കക്കുടമാണ് എന്ന് പറയുന്ന AK ബാലൻ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമ്പോഴേക്കും എന്താണ് വിഷനാവ് എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ എഴുതുകയാണ്. പാർട്ടി അണികൾ കാണുന്നില്ല ആ ഇരട്ടത്താപ്പ്. ഇവിടെ ആ നീലപ്പെട്ടി സമയത്ത് കൃഷ്ണദാസ് പറയുകയാണ് ഈ പെട്ടിയൊക്കെ എടുത്ത് തോട്ടിക്കള, ഇതൊന്നുമല്ല വിഷയം. AK ബാലൻ തിരുത്തുകയാണ്. ആരാണ്? കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സംസ്ഥാന സമിതി അംഗം തിരുത്തുകയാണ്, വീണ്ടും അങ്ങോട്ട് തിരുത്തുകയാണ്. ഇതൊക്കെ പാർട്ടി അണികളും കാണുന്നുണ്ടല്ലോ. അവിടെ ഇല്ലാത്ത അച്ചടക്കം, അവിടെ ഇല്ലാത്ത അടച്ചുറപ്പ് എന്തിനാണ് താഴെത്തട്ടിലേക്ക് വരുന്നതെന്ന് ആലോചിക്കില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാണ് ഭാസ്കർ? ഇപ്പോൾ ആമേൽ കരിമണൽ വിഷയമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത നയം ശരിയാണോ തെറ്റാണോ? CRS ഇപ്പോൾ ദൂരപരിധി, എന്നാൽ കെട്ടിടങ്ങൾക്ക് നമ്പർ കിട്ടാത്ത പ്രശ്നം, എത്രത്തോളം നീറുന്ന പ്രശ്നങ്ങളുണ്ട്. എവിടെയെങ്കിലും സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് കണ്ടോ? ചർച്ചയാവുന്ന എന്താണ്? ചർച്ചയാവുന്ന പ്രവർത്തന റിപ്പോർട്ടിലടക്കം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? നേതാവിൻ്റെ പീഡനം എഴുതി വെക്കുകയാണ്. ഇങ്ങനെ അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റുമോ CPM എന്ന പാർട്ടിക്ക് അസ്കർ? ഹാഷ്മി, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞ പാർട്ടി അംഗങ്ങളുടെ ഒരു കൂട്ടമായി ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി CPM വ്യതിചലിക്കുന്നു എന്നുള്ള അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. അത് പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പാർട്ടി അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടി കൂടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതൊരു നിസ്സാരപ്പെട്ട സംഭവമാണ്. പാർട്ടി പലപ്പോഴും ഇത്തരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി ഇത്തരത്തിൽ പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിൽ ആ ഘടകങ്ങളെ പിരിച്ചുവിടുകയും അഡ്ഹോക് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ സംഘടനാ പ്രവർത്തനം നടത്തി വളരെ സജീവമായി ഒരിക്കൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അവിടെ വന്നു. അവിടെ ചർച്ച നടത്തി പോയതിനു ശേഷമാണ് തെരുവിൽ കണ്ട കലാപം കണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോവിന്ദച്ചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പ്ലക്കാർഡുമായി തെരുവിലിറങ്ങിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ ചർച്ച നടത്തി പിരിഞ്ഞതിന് ശേഷമാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ലോക്കൽ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥ പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിടുക അവിടെ. എന്തിനാണ് ഒരു പാർട്ടി സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുത്തഴിഞ്ഞു പോകാനാണെങ്കിൽ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ തീരുമാനമെടുക്കുകയും ഒന്നിലധികം സംസ്ഥാന സമിതി അംഗങ്ങൾ പങ്കെടുത്തിട്ടുള്ള സമ്മേളനങ്ങളായിരുന്നു കരുനാഗപ്പള്ളി നടന്നിട്ടുള്ളത്. അതൊരു അനിതര സാധാരണമായിട്ടുള്ള ഒരു സംഭവവികാസം തന്നെയാണ്. അത് സമ്മതിക്കാതെ നിവൃത്തിയില്ല. സ്വാഭാവികമായി സംസ്ഥാന സമിതി അംഗങ്ങൾ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളിൽ വളരെ അപൂർവമായി മാത്രം പങ്കെടുക്കുകയും ആ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം CR-ഒക്കെ എത്രത്തോളം വിമർശിച്ചാലും ഉൾപാർട്ടി ജനാധിപത്യമുള്ളൊരു പാർട്ടിയായി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പാർട്ടി CPM മാത്രമാണ്. അപ്പോൾ അവിടെ വിമർശനവും സ്വയം വിമർശനവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞ പാർട്ടി അംഗങ്ങൾ വിമർശനവും സ്വയം വിമർശനത്തിനും പകരം
ഇപ്പോൾ നടന്നു വരുന്ന കാഴ്ച എന്ന് പറയുന്നത് അധിക്ഷേപത്തിലേക്ക് തരം താഴുന്നു എന്നുള്ളതാണ്. അതിന് ഏതു മാർഗവും സ്വീകരിക്കും. ഇപ്പോൾ അങ്ങ് പറയുന്ന PR വസന്തനെ പോലുള്ള പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സമിതിയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തോടൊപ്പം പാർട്ടി ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരായിട്ടിരുന്നവരൊക്കെ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ മാത്രമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശത്രുക്കളോ CR നേരിടണോ NV ബാലകൃഷ്ണൻ അല്ലല്ലോ പറയുന്നത്. PR വസ്തുതയെ പറ്റി അവിടുത്തെ പാർട്ടിക്കാരല്ലേ പറയുന്നത്. അസ്കർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാക്കൾ, ലോക്കൽ കമ്മിറ്റി നേതാക്കൾ, CITയുടെ നേതാക്കൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ അവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. എന്താണ് അത് ചെയ്യേണ്ടത്? ഏരിയ കമ്മിറ്റി നേതാക്കൾ അവിടെ ഇറങ്ങി നിൽക്കണം, ഗേറ്റ് തുറക്കണം, ഒരു സഖാക്കളെ കയറിയിരിക്കും, നമുക്ക് സംസാരിക്കാം എന്നല്ലേ പറയേണ്ടത്? നമ്മൾ കാണുന്നത് എന്താണ്? അതേ പാർട്ടിയുടെ പോലീസ് അവരെ തടയാണ് അവിടെ. ഇതൊക്കെ എന്ത് കാഴ്ചയാണ്? എന്ത് പൊള്ളുന്ന കാഴ്ചയാണ് ഹസ്കർ. അല്ല ഹാഷ്മി, ജനറൽ ആശുപത്രി ഇന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ച് സേവ് CPM-നെ വേണ്ടിയിട്ടൊന്നായിരുന്നില്ല. അതിൽ ചില നേതാക്കന്മാരെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചാണെന്നേ. അത് CPM-നെ സംരക്ഷിക്കാനല്ല. CPM-ന്റെ പരിപാടി അച്ചടക്കമോടത്തോടുകൂടി തന്റെ ഘടകങ്ങളിൽ തന്റെ വിമർശനങ്ങൾ എന്നുള്ളതാണ്. ഏതൊരു കേഡറുടെയും ഉത്തരവാദിത്തം മറന്നതാണെന്നേ. പാർട്ടി കാൻഡിഡേറ്റ് അംഗങ്ങളാണോ? അല്ലല്ലോ. SFIയിലൂടെയും DYFIയിലൂടെ ഒക്കെ വന്ന് പാർട്ടിയുടെ തഴക്കം വന്ന പ്രായമുള്ള പാർട്ടിക്കാരാണ് സ്ത്രീകളടക്കം വന്നത്. അവരെ പോലീസിനെ നിർത്തി തടയാവോ ഹസ്കർ? അവരെ വിളിച്ച് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടത്തിയിരുത്താനുള്ള ബാധ്യത എന്ത് പ്രശ്നമായിക്കോട്ടെ അവിടുത്തെ ഏരിയ കമ്മിറ്റിക്കില്ലേ, ഏരിയ നേതാക്കൾക്കില്ലേ? അല്ലെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന നേതൃത്വത്തിലില്ലേ? പോലീസ് മർദ്ദനോപകരണമാണ് പഠിപ്പിച്ച പാർട്ടി അതേ മർദ്ദനോപകരണം ഇറക്കി നിർത്തി ചെറുക്കാണോ ചെയ്യേണ്ടത്? തടയാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല. അല്ല, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നാൽ പോലീസിന് ഇടപെടേണ്ടി വരും. പാർട്ടി അംഗങ്ങൾ പരസ്പരം തെരുവിൽ തല്ലുന്നത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കുന്നതിൻ്റെ വിരുന്നാണെന്നറിയാം. പക്ഷേ അത് തടയാൻ പോലീസ് ഇടപെട്ടു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ തെരുവിലേക്ക് പാർട്ടിയുടെ വിഷയങ്ങൾ തെരുവിലേക്ക് എടുത്തെറിയുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട സംഭവം നല്ലതേ. അതിലേതു നേതാക്കന്മാർക്ക് പങ്കുണ്ടെങ്കിലും അതൊക്കെ പരിശോധിക്കുന്നതിൽ ആർജവം CPM-നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എം വി രാഘവൻ ഈ പാർട്ടി വിട്ടു പോയിട്ടുള്ളതാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ബദൽ രേഖ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ചിന്താഗതി ഉയർത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അന്ന് പാർട്ടി വിട്ട സഖാവ് രാഘവൻ പുറത്തു പോകുമ്പോൾ ഈ പാർട്ടി നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം യുവജന നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. കാലത്തെ പാർട്ടി പ്രതിസന്ധിയും ഇപ്പോഴത്തെ ഈ നാറ്റക്കേസ് പ്രതിസന്ധിയും കമ്പയർ ചെയ്യല്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ നേതാക്കൾ ഏതാണ്ട് സ്ത്രീപീഡനം നടത്തുകയും അതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ MV രാഘവനെ പറ്റിയും ബദൽ രേഖയെ പറ്റി പറയല്ലേ? ബിപിൻ സി ബാബു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ കായംകുളത്തെ BJPയുടെ സ്ഥാനാർത്ഥിയാണോ? ഒരിക്കലും അല്ല. അല്ലെന്ന് പറയല്ലേ? അല്ല എന്ന് പറഞ്ഞാൽ ഈ പോയ കാലങ്ങളിൽ താങ്കൾക്കൊപ്പം നിന്ന, താങ്കൾക്കൊപ്പം മുദ്രാവാക്യം വിളിച്ച, താങ്കളുടെ പിന്നാലെ നിരുന്ന താങ്കളുടെ പഴയ സഖാക്കളോട് BJPയിലേക്ക് പോയ ഈ BJPയിലെ താങ്കളുടെ ആദ്യ രാത്രിയിൽ താങ്കൾക്ക് പറയാനുള്ളൊരു സന്ദേശം എന്താണ് ശ്രീ ബിപിൻ സി ബാബു? എൻ്റെ പിന്നാലെ എല്ലാവരും വരുമെന്നുള്ളതാണ്. നല്ലൊരു ഭാഗം CPM അനുഭാവികൾ. CPM തെറ്റായ രൂപത്തിലാണ് ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും കായംകുളത്തും കണ്ടത്. ഇത്ര സമ്മേളനങ്ങളും കണ്ടുവരുന്നതാണ്. ഞാൻ താമസിക്കുന്ന കരിയിലക്കുളങ്ങര എന്ന പ്രദേശത്ത് രാവിലെ മഴ പെയ്തതിന് വൈകിട്ട് പൊതുസമ്മേളനം നടത്താതെ മാറ്റിവെച്ച പാർട്ടിയാണ്. ആ രൂപത്തിലേക്ക് ഞങ്ങളുടെ പത്തിയൂർ പോലൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ 45 വർഷക്കാലങ്ങളായി CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ ദയനീയമായ രൂപത്തിൽ പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അന്നേരം മറ്റൊന്നുമല്ല, എനിക്കുറപ്പാണ് ഈ പാർട്ടി സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് പേർ ആലപ്പുഴ ജില്ലയിൽ CPM വിട്ട് BJPയിലേക്ക് വരുമെന്ന് യാതൊരു സംശയവും. ബിപിൻ സി ബാബു, താങ്കൾ G സുധാകരനെ പറ്റി വല്ലാതെ വേദനിച്ചു കണ്ടു. G സുധാകരനെ താങ്കളുടെ വഴിയിൽ കൊണ്ടുവരാനുള്ള ഒരു വൃഥാശ്രമം നടത്തുമോ? സുധാകരൻ സാബ് അങ്ങനെ വരില്ല എങ്കിലും. അയ്യോ, സാറ് ഒന്നും അങ്ങനെ പറയരുത്. സാറൊന്നും അങ്ങനല്ല. അതുകൊണ്ടാണ് താങ്കൾ അങ്ങനെയാണ് എന്നോട് പറയാണ്.
ഞാൻ പറഞ്ഞത് സാറിന് നേരിടുന്ന ദുരനുഭവങ്ങളെ സംബന്ധിച്ചാണ് ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ താങ്ക് യു ബിബിൻ സി ബാബു. ഞാൻ ആദ്യഘട്ടത്തിൽ കുറച്ചൊന്ന് ഹാർഷായെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അതാണ് ഇവിടെ നമ്മൾ ഈ പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഏതോ കാലത്തിൻ്റെ മൂല്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. പ്രത്യയശാസ്ത്രമൊക്കെ അങ്ങനെ പറയുന്ന സങ്കടമുണ്ട്, പക്ഷേ ഒരു കോമഡി വാക്കാവുന്ന കാലമാണ്. കരിയർ പൊളിറ്റിക്സിൻ്റെ കാലവുമാണ്. മാറുന്ന കാലം, മാറുന്ന മൂല്യം. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.